ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ കൂടി നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫ് വാർ ചൈനയ്ക്കെതിരെയുള്ള അത് ഫലം കണ്ടു തുടങ്ങിയെന്നുള്ള പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ചൈനയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ, അതൊന്നും ഒരിക്കലും നമുക്ക് പലരും പല രീതിയിൽ അതിനെ അദ്ദേഹം ഒരു ഇഡിയറ്റ് ആണെന്നും അല്ലെങ്കിൽ പൊട്ടനാണെന്നും മണ്ടനാണെന്നും ഒക്കെ തന്നെ പറഞ്ഞ് ട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ട്രംപ് പറയുന്നതൊന്നും കൂടുതൽ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈസ് US പ്രസിഡന്റ് എന്നുള്ളതാണ്, അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. ലോകത്തിലെ ഇപ്പോഴും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഗൗരവമുണ്ട്, സീരിയസ്നെസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന വലിയൊരു സംവിധാനമാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തലവനാണ് ട്രംപ്. എപ്പോഴും ആ തലവനായിട്ടുള്ളൊരു വ്യക്തി പറയുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ഗൗരവമുണ്ട്, അല്ലെങ്കിൽ എടുക്കുന്ന പോളിസീസിന് വളരെ ലോകവ്യാപകമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ചൈനയെപ്പോലെ ഇത്രയും സാമ്പത്തിക പുരോഗതി നേടിയ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ ഇത്ര ശക്തിയോടുകൂടി ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഒരു നയം രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ദൂരവ്യാപകമായിട്ടുള്ള ഫലമാണ്. ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എക്കോണമീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ജപ്പാൻ, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, അല്ലേ, ഇന്ത്യ, അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥകൾ ഈ ലോകത്തുണ്ടല്ലോ. അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥകളെല്ലാം വളരെയധികം ആഴത്തിൽ ബാധിക്കുന്ന ഒരു നയപരിപാടിയായിട്ട് മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ട്രംപ് ഈ പറഞ്ഞ ടാരിഫ്, ചൈനയുടെ മുകളിൽ ഇത്രയും വമ്പൻ ടാരിഫുകൾ ഏർപ്പെടുത്തിയത് വെറുതെ അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. എന്താണ് പറയുന്നത്, ഒരു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ പക്കൽ നിന്നാണ് അതിന് തീർച്ചയായിട്ടും ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഫലം ഉളവാക്കും. ഷോർട്ട് ടൈം ചേഞ്ചസ് അല്ല, മീഡിയം ടൈം ചേഞ്ചസ് അല്ല, ലോങ് ടൈം ആയിട്ടുള്ള ഒരു മാറ്റം, ചേഞ്ച് തീർച്ചയായിട്ടും ലോകവ്യാപകമായിട്ട് ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ചൈനയ്ക്ക് എങ്ങനെയാണ് തിരിച്ചടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ പഴയ പോലെ തന്നെ വില കുറഞ്ഞ് വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. വമ്പൻ വില കൊടുക്കേണ്ടി വരും. അതായത് ടാക്സ്, നികുതി ഏർപ്പെടുത്തിയതുകൊണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ പോകുന്ന അമേരിക്കൻ മാർക്കറ്റായിരിക്കും. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിനെ മാത്രം ലക്ഷ്യമാക്കി ചൈനയിൽ വ്യാപൃതരായിരിക്കുന്ന ആയിരക്കണക്കിന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ഉണ്ട്, ചെറുതും വലുതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനല്ല അത് വലിയ തിരിച്ചടിയാകും. അവർക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയാതെ വരും. കാരണം അമേരിക്കയെ പോലെ മറ്റൊരു മാർക്കറ്റ് അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമല്ല, അല്ലെങ്കിൽ അത്രയും വ്യാപകമായിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പം അവരുടെ US കയറ്റുമതി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിലച്ചു കഴിഞ്ഞാൽ, അത് ചൈനയിലെ ഫാക്ടറികളെയും തൊഴിൽ മേഖലയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം അതൊരു കോമൺ സെൻസിൻ്റെ കാര്യമാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സെക്ടർ, ഏതെങ്കിലും ഒരു നമ്മുടെ ഈ വ്യവസായത്തിൻ്റെ, ഇപ്പം ടെക്സ്റ്റൈൽ തന്നെ, ഇപ്പോൾ ടെക്സ്റ്റൈൽ നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നു. ആ ടെക്സ്റ്റൈൽ നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല, ബംഗ്ലാദേശിൻ്റെ കാര്യം നമുക്കറിയാം. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും ഒരു നെടുന്തൂണാണ് ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറഞ്ഞാൽ, ഗാർമെൻറ്റ് ടെക്സ്റ്റൈൽ സെക്ടർ. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്നുള്ള വൻതോതിലുള്ള നികുതി അല്ലെങ്കിൽ ചുങ്കം അതിപ്പം നിർത്തിവെച്ചിട്ടുണ്ട് 90 ദിവസമൊക്കെ. എന്നാൽ തന്നെയും വൻതോതിലുള്ള ചുങ്കം അതിൻ്റെ മേലെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിത്തീരും. അപ്പം അവിടെ ഫാക്ടറികളിൽ ജോലി കുറയുവാനും അല്ലെങ്കിൽ ഇല്ലാതാകുവാനും, അല്ലേ, തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുവാനും, അവർക്ക് സാമൂഹ്യമായിട്ടുള്ള രക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിലൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, പല ഭരണകൂടങ്ങളൊക്കെ ആടി ഉലയുന്നതൊക്കെ ഇതുപോലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റുകൾ താഴെ പോകുവാനും മറ്റൊരു ഭരണ സംവിധാനം നിലവിൽ വരാനും ഒക്കെ ഇത് വഴിതെളിക്കും.
അപ്പോൾ ഈ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഈ താരിഫ് യുദ്ധം അല്ലെങ്കിൽ വ്യാപാര യുദ്ധം ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ പിന്നെ ഫലങ്ങൾ വളരെ വെളിവായി തുടങ്ങി അല്ലെങ്കിൽ ദൃശ്യമായി തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ബെയ്ജിങ്ങിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ചൈനയുടെ ഭാഗത്തുനിന്ന് അവരും വളരെ ശക്തമായിട്ട് തിരിച്ചടിച്ചു എന്ന രീതിയിൽ അവർ ടാരിഫൊക്കെ ഏർപ്പെടുത്തി എങ്കിലും അന്തിമമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയിലെ എക്സ്പോർട്ട്, ഇപ്പം ഇന്ത്യയുടെ എക്കോണമിയും ചൈനയുടെ എക്കോണമിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ അത്രയ്ക്ക് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ചൈന, ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ, വിയറ്റ്നാം, ഇതൊക്കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പറഞ്ഞാൽ അവർ കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന കൂടുതൽ അവർ എക്സ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് കയറ്റുമതി ലക്ഷ്യമിട്ട് ചൈനയിൽ സ്ഥാപിക്കപ്പെട്ട ആയിരക്കണക്കിന് ഫാക്ടറികളുണ്ട്. അപ്പോൾ അതിനകത്തിലെല്ലാം ഈ തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്, പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വലിയ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുമല്ലോ ചൈനീസ് സമൂഹത്തിൽ നിന്ന്. അപ്പോൾ അത് വാൾ സ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തൊഴിലാളികൾക്കിടയിൽ അവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറച്ചാലോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാലോ ഒക്കെ തന്നെ തൊഴിലാളികൾക്കിടയിൽ വൻതോതിലുള്ള അമർഷം ഉണ്ടാകും. അത് അവരെ സമരമുഖത്തേക്ക് നയിക്കുകയും ചെയ്യും. എത്ര കമ്മ്യൂണിസ്റ്റ് പിന്നെ ഇല്ലേ ഭരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ജനങ്ങളുടെ ജീവിതം വഴിമുട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും തെരുവിലേക്ക് ഇറങ്ങും. അവർ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഭരണകൂടം ചിലപ്പോൾ അത് അടിച്ചമർത്തുമായിരിക്കാം ഒരു പരിധിവരെയൊക്കെ എന്നാൽ തന്നെയും. അപ്പോൾ പല ചൈനയിലെ പ്രവിശ്യകളിലെ ശമ്പളമൊക്കെ വൈകിയത് അനുസരിച്ച് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനമായിട്ട് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ സത്യമായിരിക്കും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട്. അതുപോലെ തന്നെ താരിഫ് ഉയർന്നത് മൂലം കയറ്റുമതിയിൽ വൻതോതിലുള്ള കുറവുകൾ, ആ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകും. അപ്പം കയറ്റുമതിയിൽ മാത്രം ശ്രദ്ധിച്ച് കഴിയുന്ന കമ്പനികൾക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് ഈ ഉയർന്ന ടാരിഫ് നിലനിൽക്കുന്നുണ്ട്, വേണ്ടത്ര ഓർഡറുകൾ ലഭിക്കാതെ വരും. കാരണം സാധനങ്ങളുടെ വില വളരെ കൂടുതലായിരിക്കും അമേരിക്കൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമ്മൾ ഈ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയും. ഒന്നിനോടനുബന്ധിച്ച് മറ്റൊരു പ്രശ്നം, അതിനോടനുബന്ധിച്ച് വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം, പൊതുവേ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് സെയിൽസ് എന്നുള്ള വരുമാനം കുറയുമ്പോൾ അവരുടെ ബിസിനസ് കുറയും, ലാഭം കുറയും. അപ്പോൾ അവർക്ക് ഇപ്പോൾ അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും, ബാക്കിയുള്ള ജോലിക്കാരുടെ ശമ്പളം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ തൊഴിലാളികൾക്കിടയിൽ വൻതോതിലുള്ള, ഇത് ഒന്നും രണ്ടും കമ്പനികളല്ല, ആയിരക്കണക്കിന് കമ്പനികളിലാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ചെറുതും വലുതായിട്ടുള്ള സ്മോൾ മീഡിയം സെക്ടർ മുതൽ മേപ്പോട്ടുള്ള വലിയ കമ്പനികൾ വരെ ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും തൊഴിലാളികളുടെ വേതനത്തെയും അല്ലെങ്കിൽ അവരുടെ ജോലിയെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പ്രക്ഷോഭമായിട്ട് തെരുവിൽ അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ഹുവാൻ പ്രവിശ്യയിൽ ഈ പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നിരവധി തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നടന്നായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ശമ്പളം വൈകുന്നതും അതുപോലെ തന്നെ പിരിച്ചുവിടൽ വർദ്ധിച്ചതുമാണ് ഈ പറഞ്ഞ തൊഴിലാളികളുടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ സിച്ചുവാനിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ട് ബോർഡുകൾ നിർമ്മാണ കമ്പനിയിൽ ജനുവരിക്ക് ശേഷം കൃത്യമായ ശമ്പളം കിട്ടിയില്ലെന്നാണ് തൊഴിലാളികൾ പറഞ്ഞത്. 2023 മുതൽ വിവിധ സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതായിട്ടും തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൈനയെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോഴല്ല, നേരത്തെ മുതലേ വലിയ തൊഴിലാളി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ലോകത്തിൽ അത് ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് അവർക്ക് വളരെ ചീപ്പ് ലേബർ അവൈലബിൾ ആയതുകൊണ്ടും അതുവഴി അവർക്ക് വൻ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടും അവർ തീർച്ചയായിട്ടും ഇതിനകത്തൊന്നും യാതൊരു കോംപ്രമൈസ് ചെയ്യത്തില്ല. പക്ഷേ പൊതുവേ ചൈനയുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് വളരെയധികം വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വളരെയധികം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ ഉണ്ട്. കൂടുതൽ മണിക്കൂറുകൾ തൊഴിലാളികളെ ഫാക്ടറിയിലിട്ട് ജോലി എടുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ കുറഞ്ഞ വേതനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആരോപണങ്ങൾ പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ തുറമുഖങ്ങളിൽ പ്രതിസന്ധിയുണ്ട്. ചൈനയിലെ പ്രധാന തുറമുഖങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിലൊക്കെ വൻതോതിലുള്ള ഇടിവുകൾ സംഭവിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അത് സിൻജിയാങ് പ്രവിശ്യയിലെ നിങ്ബോ ഷുസാൻ തുറമുഖം, പേരൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ്, ചൈനയുടെ കയറ്റുമതിയുടെ പ്രധാന ഹബ്ബുകളിലൊന്നാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞ കാസ്കേഡിംഗ് ഇഫക്റ്റാണ്. ഇപ്പോൾ എക്സ്പോർട്ട് കുറയുമ്പോൾ കമ്പനികളുടെ ഓപ്പറേഷനെ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം പോർട്ടുകളുടെ പ്രവർത്തനം, ഷിപ്പിംഗ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ വിഷയം. ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്നാൽ ഇതെല്ലാം കയറ്റുമതി ചെയ്യാൻ വേണ്ടി കപ്പലുകളെ അല്ലെങ്കിൽ എയർ കാർഗോയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ബിസിനസ് കുറയും. അവരുടെ ബിസിനസ് കുറയുമ്പോൾ ആ മേഖലകളിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കാം. അപ്പം അങ്ങനെ സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഹബ്ബുകളിൽ ഈ പ്രദേശത്ത് മാത്രം 90,000-ഓളം കമ്പനികൾ പ്രവർത്തിക്കുന്നതാണ്. 90,000-ഓളം കമ്പനികൾ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതായിട്ടുള്ളൂ. അപ്പോൾ ഇത് മിക്ക കമ്പനികളും US ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയനിലൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന കമ്പനികളാണ് ഈ പറഞ്ഞ 90,000-ൽ പരം കമ്പനികൾ. അപ്പോൾ ഇവർക്ക് ഈ അവരുടെ എക്സ്പോർട്ടിനകത്തിൽ കുറവ് വന്നാൽ, ഇടിവ് വന്നാൽ, അല്ലെങ്കിൽ അത് നിർത്തലാക്കപ്പെട്ടു കഴിഞ്ഞാൽ, കാരണം ഒട്ടും ഓർഡർ കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഈ 90,000-ഓളം കമ്പനികൾ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ എത്രത്തോളം തൊഴിലാളികളായിരിക്കും ജോലി ചെയ്യുന്നത് പറഞ്ഞാലും അല്ലേ? ചെറുതും വലുതായിട്ടുള്ള കമ്പനികൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധി ഉണ്ടാകും ചൈനയിൽ, അല്ലെങ്കിൽ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. മാർച്ചിനെ അപേക്ഷിച്ച് ഏപ്രിൽ മാസം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചരക്ക് നീക്കത്തിൽ, അതായത് ഈ പറഞ്ഞ കാർഗോ, അതിനകത്തിലേണ്ട് 12-13% കുറവുണ്ടായെന്നാണ് കോസ്കോ എന്ന ചൈനീസ് ഷിപ്പിംഗ് കമ്പനി വെളിപ്പെടുത്തുന്നു. അപ്പോൾ അത് ചൈനയുടെ ഷിപ്പിംഗ് കമ്പനികൾ തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്, അവർക്ക് ബിസിനസ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറയുന്നുണ്ടെന്നുള്ള കാര്യം. അതുപോലെ ഏപ്രിൽ അവസാനത്തെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ ഏകദേശം 20% കുറവുണ്ടാകുമെന്നാണ് അസംഷൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള ഈ കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ആണ് തെളിഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ യുഎസിലേക്ക് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലൊക്കെ വൻതോതിൽ അവർ കയറ്റുമതി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് ഈ കയറ്റുമതിയിലുള്ള കുറവ് അല്ലെങ്കിൽ കയറ്റുമതിയിൽ ഇടിവുണ്ടാകുന്നത് ചൈനയിലെ ഫാക്ടറികളുടെ നിലനിൽപ്പിനെയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയൊക്കെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് വിവിധ മേഖലകളിലായിട്ട് ചൈനയിൽ 16 മില്യൺ ചൈനീസ് തൊഴിലാളികളെ ട്രംപിൻ്റെ ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ താരിഫ് യുദ്ധം ബാധിക്കുമെന്നാണ് ഈ ഗോൾഡ്മാൻ സാക്സിൻ്റെ വിലയിരുത്തൽ. അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണത്, ഒരു ബാങ്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് യാഥാർത്ഥ്യമായാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ട്രംപിൻ്റെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അത് ഏകദേശം ഫലം കാണാൻ തുടങ്ങി. ഈ ടാരിഫ് വാർ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് അമേരിക്ക ഇനത്തിൽ പ്രത്യേകിച്ച് വിട്ടുവീഴ്ചകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഒരൊറ്റ വർഷം ഈ ടാരിഫ് നിലനിൽക്കുകയാണെങ്കിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻതോതിലുള്ള ഇടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളും അമേരിക്കയുടെ ഒത്ത് കോർഡിനേറ്റ് ചെയ്ത് ഇതിനകത്തിൽ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് വൻതോതിലുള്ള നഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള തകർന്നടിയലും നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേ അനുമാനിക്കാൻ സാധിക്കും. അപ്പം ചൈന അമേരിക്കയിൽ നിന്നും നഷ്ടപ്പെടുന്ന വിപണി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ച്, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ച് അതുപോലെ തന്നെ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചൊക്കെ പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ് ചൈനയുടെ കണക്കൂട്ട്. കാരണം ചൈന കുറച്ച് നാളായിട്ട് ആഭ്യന്തരമായ ഡൊമസ്റ്റിക് കൺസംഷൻ ഒക്കെ തന്നെ അവർ ഒന്ന് പ്രോത്സാഹിപ്പിച്ചവരാണ്. നേരത്തെ അവർ വളരെ നല്ല തോതിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയുള്ള വിഷയമില്ല. കാരണം നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനെ അടിസ്ഥാനമാക്കി ബേസ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നൊരു എക്കോണമിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ റിസഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യം ഇതിന് വലിയ കുലുക്കം ഉണ്ടാകാൻ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്കോണമിയാണ്. ഇപ്പം നമ്മൾ ചൈനയെ പോലെ അല്ലെങ്കിൽ മറ്റ് ഈ വിയറ്റ്നാമിനെ പോലെയൊക്കെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന റിസഷനും അല്ലെങ്കിൽ മാന്ദ്യമൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ വൻതോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ ഫങ്ഷൻ ചെയ്യുന്നൊരു എക്കോണമിയാണ്. നമ്മുടെ
ഇക്കണോമിക് സ്ട്രക്ചർ എന്നുള്ള ഡൊമസ്റ്റിക് കൺസംഷൻ്റെ ബേസിലാണ് ഇപ്പോഴും ശരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയ എക്സ്പോർട്ടൊന്നും നമുക്കില്ലാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ എക്സ്പോർട്ട് കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമായി മാറാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി അല്ല, നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു എക്കോണമിയാണ് ശരിക്കും. അപ്പോൾ ചൈനയുടെ ഈ ഒരു പദ്ധതി പിന്നെ പാളാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചൈനയുടെ ഈ കണക്കൂട്ടൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അത് അത്ര പ്രായോഗികമല്ല. അത് മറ്റ് രാജ്യങ്ങളിലേക്ക് വിപണി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, അത്ര പെട്ടെന്ന് സാധ്യമല്ല എന്നുള്ളൊരു കണക്കുകൂട്ടലുകളും വിലയിരുത്തലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും. അപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മലവെള്ളപ്പാച്ചലിനെതിരെ യു എസിന് മാത്രമല്ല എതിർപ്പ്. നമുക്കറിയാം ഒട്ടേറെ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്, ആശങ്ക പുലർത്തുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലൊക്കെ തന്നെ ചൈനയുടെ വൻതോതിലുള്ള ഡംപിങ് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ഇന്ത്യയിലെ തന്നെ ആഭ്യന്തര പിന്നെ വ്യവസായങ്ങളെ, ഒട്ടനവധി മേഖലകളിലുള്ള വ്യവസായങ്ങളെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അടുത്തിടയ്ക്ക് നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളും ചൈനയുടെ അത്ര താല്പര്യമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചു കൊണ്ടുവരാനാണ് വിവിധ രാജ്യങ്ങളുടെ ശ്രമം. ഇന്ത്യയൊക്കെ അതിനകത്തിൽ പല തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും നേരത്തെയുള്ള വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ചൈനയിൽ വൻതോതിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും. സോളാർ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സ്, ലാപ്ടോപ്പ് കമ്പോണൻസ്, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോണ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട രാസവസ്തുക്കൾ, കെമിക്കൽസ്, ഇതിനുവേണ്ടിയൊക്കെ നമ്മൾ ചൈനയെ വൻതോതിൽ, അതുപോലെ റയർ എർത്തിൻ്റെ കാര്യത്തിൽ ചൈനയാണല്ലോ ഭീമാകാരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ചൈനയെ ആശ്രയിക്കാതെ മറ്റൊരു രാജ്യത്തിനും ഈ മേഖലകളിലൊന്നും തന്നെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങളും, ഒട്ടുമിക്ക പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി, ജപ്പാൻ ആയാലും ശരി, ഈ പറഞ്ഞ ഇന്ത്യ ആയാലും ശരി, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്നും ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി വളരെയധികം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് ഇപ്പോഴാണല്ലോ. ഐഫോൺ നിർമ്മാതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്പിൾ തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉൽപ്പാദനം ചൈനയ്ക്ക് വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതൊരു കൃത്യമായ സൂചനയാണ്. കാരണം ഇന്ത്യയിലേക്ക് അവരുടെ ഓപ്പറേഷൻസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 2026 കൂടി ഏകദേശം ചൈനയിൽ നിന്ന് പൂർണ്ണമായിട്ടും ആപ്പിളിൻ്റെ പ്രൊഡക്ഷനെ പിന്നെ മാറ്റിയിട്ട് അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ അവർ വ്യാപിപ്പിക്കാനാണ് അവർ ശ്രമം നടത്തുന്നത്. അങ്ങനെ ആപ്പിളിന് പുറമെ മറ്റ് പ്രധാനപ്പെട്ട ടെക്നോളജി കമ്പനീസ് ഉണ്ടല്ലോ ഇതുപോലുള്ള, അവരൊക്കെ തന്നെ. കാരണം ആപ്പിൾ ഒരു പൈനിയറായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് കമ്പനികളിലും അവിടെ നിന്ന് സ്ഥലം വിടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് അവിടെ ഉൽപ്പാദിപ്പിച്ച അമേരിക്കൻ വിപണിയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ തന്നെ കയറ്റി അയക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം വൻതോതിലുള്ള പിന്നെ ഉൽപ്പാദന ചെലവായിരിക്കും അവർക്ക് ഇതിനകത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഉൽപ്പാദന ചെലവ് പറഞ്ഞാൽ അമേരിക്കൻ വിപണിയിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തുമ്പോൾ വൻതോതിലുള്ള പിന്നെ വിലയായിരിക്കും ഈ ഉൽപ്പന്നങ്ങളുടെ മേളിലുള്ളത്. അത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ അത് വാങ്ങിക്കാൻ അത് പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കത്തില്ല, ചൈനയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കുന്ന. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയിൽ നിന്ന് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസും അവരുടെ മാനുഫാക്ചറിങ് പ്ലാൻസ് പറഞ്ഞാൽ ഫാക്ടറികളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുവാൻ 1 by 1 ആയിട്ട് ഓരോ കമ്പനികളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആപ്പിൾ അതിനെ മുൻകൈ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റ് കമ്പനികളും അതിൻ്റെ പുറമെ ചൈന തടയാനുള്ള സാധ്യത നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ താരിഫ് യുദ്ധത്തിൽ ഇളവ് വന്നാലും പുതിയ കമ്പനികൾ പ്ലാന്റ് ചൈനയിൽ അല്ലെങ്കിൽ ഫാക്ടറികൾ ഇനി ചൈനയിൽ സ്ഥാപിക്കുന്നത് 2 വട്ടം ആലോചിച്ചേക്കും. കാരണം ഏത് സമയം ട്രംപിൻ്റെ പോളിസിക്കകത്തിൽ മാറ്റം ഉണ്ടാകാം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അതിനെക്കുറിച്ചുകൂടെ സംസാരിക്കാനുള്ളത്. ചൈനയിൽ മാറ്റങ്ങൾ, ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിൻ്റെ പിന്നെ വേവ്സ്, അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ ചൈനയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും തൊഴിലില്ലായ്മയും അല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടലും ശമ്പളം കൊടുക്കാതിരിക്കലും തൊഴിൽ പ്രശ്നങ്ങളും തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ ചൈനയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ പിന്നെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു തുടക്കം അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയിൽ വൻതോതിലുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചൈനീസ് എക്കോണമി തകർന്നടിയാനുള്ള സാധ്യത താരിഫ് നിലനിന്നു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇതുവരെ ചൈനയും യു എസും തമ്മിൽ അടുക്കുന്ന മട്ടൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റെല്ലാ രാജ്യങ്ങളും അമേരിക്കയോട് കൈവൊക്കെ കാണിച്ചു, ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുമായിട്ട് സംഭാഷണത്തിലേർപ്പെട്ട് കൂടുതൽ മ്യൂച്വലി ബെനഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റുകൾ, വ്യാപാര കരാറുകൾ ഉണ്ടാക്കുവാനും താരിഫുകൾ ഞങ്ങൾ കുറയ്ക്കുവാനൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ചൈനയും അമേരിക്കയും തമ്മിൽ യാതൊരു രീതിയിലുള്ള
കോംപ്രമൈസിനോ അല്ലെങ്കിൽ സന്ധി സംഭാഷണങ്ങൾക്കോ ഇതിനെ മുൻകൈ എടുത്തായിട്ട് നമുക്ക് ഇതുവരെ വാർത്തകളൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ താരിഫ് തൽക്കാലം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനും അത് ചൈനയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഉള്ള സാധ്യതയാണ് നമുക്ക് തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ചുകൂടെ പറയാനുള്ളത്. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി കാണുന്നവരെ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.